മുഖ്യമന്ത്രിയുടെ പുതുവത്സര വിരുന്നിലേക്ക് ഗവർണർക്ക് ക്ഷണമില്ല. പ്രതിപക്ഷ നേതാക്കളെ അടക്കം വിരുന്നിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 12:30 തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിലാണ് വിരുന്ന് നടക്കുന്നത്. വിനോദേ, ഈ ഗവർണറെ മുഖ്യമന്ത്രി ക്ഷണിച്ചില്ല എന്നതൊക്കെ ഈ കഴിഞ്ഞ കുറേ ദിവസത്തെ രാഷ്ട്രീയ ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങളൊക്കെ മുന്നോട്ട് നോക്കുമ്പോൾ വലിയ അത്ഭുതമൊന്നുമില്ല. എന്നാൽ കേരള സർക്കാർ ഔദ്യോഗികമായി നടത്തുന്ന, മുഖ്യമന്ത്രി ഔദ്യോഗികമായി നടത്തുന്ന ഒരു സൽക്കാരത്തിലേക്ക്, വിരുന്നിലേക്ക് ഗവർണറെ ക്ഷണിച്ചില്ല എന്ന് പറയുന്നത് ഒട്ടും യോജിക്കാൻ കഴിയുന്നതല്ല. ഇത് കേവലം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയോ CPM നേതാവായോ പിണറായി വിജയൻ അല്ല സംഘടിപ്പിക്കുന്നത്. കേരള സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് കേരള സർക്കാരിൻ്റെ ഭാഗമായ മുഖ്യമന്ത്രി നടത്തുന്ന സൽക്കാരത്തിലേക്ക് ഗവർണർക്ക് ക്ഷണമില്ല. എന്തെങ്കിലും വിശദീകരണങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നോ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടോ ഇക്കാര്യത്തിൽ? നമുക്കറിയാം, ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് സംസ്ഥാന മുഖ്യമന്ത്രി സംഘടിപ്പിക്കുന്ന ഒരു പുതുവത്സര വിരുന്നാണ്. അതിലേക്ക് നിർബന്ധമായും അല്ലെങ്കിൽ സ്വാഭാവികമായും വിളിക്കേണ്ട ഒരാളാണ് ഗവർണർ എന്നുള്ള വ്യക്തി. പക്ഷേ ഇവർ തമ്മിൽ വ്യക്തിവിരോധം തുടരുകയാണ്. അദ്ദേഹം കൃത്യമായി ഭരണപക്ഷത്തെ പ്രധാനപ്പെട്ട വീഴ്ചകൾ ചൂണ്ടിക്കാട്ടുന്ന ഭരണഘടനാ തലവൻ എന്നുള്ള നിലയിൽ ഗവർണർ ഇടപെടുന്നത് മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് സത്യപ്രതിജ്ഞാ വേദിയിൽ നമ്മൾ കണ്ടതാണ്, ഇവർ പരസ്പരം മുഖം നോക്കാതെ ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതേപോലെ ഇന്ന് നടക്കുന്ന ഈ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മുഖ്യമന്ത്രി സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയിൽ ഗവർണറെ ക്ഷണിച്ചിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അത് മാത്രമല്ല, ഈ ചടങ്ങിലേക്ക് ഇന്നലെ വളരെ പെട്ടെന്ന് ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർ, പ്രത്യേകിച്ചും ക്ലിമിസ് ബാവ ഇന്നലെ പറഞ്ഞതാണ്, സജി ചെറിയാൻ, സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ബിഷപ്പുമാരെ, ക്രൈസ്തവ പുരോഹിതരെ അവഹേളിക്കുന്ന തരത്തിൽ സംസാരിച്ചിരുന്നു. അത് തിരുത്തിയില്ല എങ്കിൽ സർക്കാരുമായി ഞങ്ങൾ സഹകരിക്കുന്നില്ല എന്ന് കൃത്യമായ മറുപടി ക്ലിമിസ് തിരുമേനി നൽകിയതാണ്. പക്ഷേ വളരെ പെട്ടെന്ന് സജി ചെറിയാനെ അവരുടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇടപെട്ട് അദ്ദേഹത്തിന്റെ പരാമർശം, വീഞ്ഞും കേക്കും എന്നുള്ള പരാമർശം പിൻവലിച്ചു. അതേ തുടർന്നാണ് ഇന്ന് ക്രൈസ്തവ മത മേലധ്യക്ഷന്മാർ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുള്ളത്. നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, പ്രധാനമന്ത്രി ക്രൈസ്തവ ബിഷപ്പുമാരെ ക്ഷണിച്ചാൽ അവർക്ക് കുഴപ്പമാണ്. പക്ഷേ ഇവിടെ മുഖ്യമന്ത്രി ക്ഷണിച്ച് പങ്കെടുക്കുന്നതിലൊന്നും ഈ CPM നേതാക്കൾ ഒരു വിമർശനവും കാണുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കണം. പക്ഷെ അവിടെയും ഭരണഘടനാ തലവനായിട്ടുള്ള ഗവർണറെ ക്ഷണിക്കാതെയാണ് ഈ പരിപാടി നടക്കുന്നത് എന്നുള്ളതും ഈ ഇന്നത്തെ ഉച്ചക്കത്തെ ഈ പരിപാടി കൂടുതൽ വാർത്താ പ്രാധാന്യം നേടുന്നുണ്ട്. ഉമേഷ്, ഈ ഔദ്യോഗികമായി എന്തെങ്കിലും പ്രതികരണങ്ങൾ വന്നിട്ടുണ്ടോ? ഈ കഴിഞ്ഞ 1 മണിക്കൂറായി വാർത്തയൊക്കെ പുറത്തു വരുന്നുണ്ട്, ഇത്തരം ഗവർണറെ ക്ഷണിച്ചില്ല അല്ലെങ്കിൽ ഗവർണറെ ഒഴിവാക്കിയ തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഔദ്യോഗിക പ്രതികരണങ്ങൾ വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ പാർട്ടിയുടെ ഭാഗത്തു നിന്നോ മറ്റു മന്ത്രിമാരുടെ ഭാഗത്തു നിന്നോ എന്തെങ്കിലും ക്യാപ്സ്യൂളൊക്കെ വന്നിട്ടുണ്ടോ വിനോദേ? അല്ല, ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളൊന്നും വന്നിട്ടില്ല. പ്രത്യേകിച്ചും ഇത് വരേണ്ടത് ഒന്നീ CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് വരണം, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വരണം. ഇന്ന് ഉച്ചയ്ക്ക് മുഖ്യമന്ത്രി തന്നെയാണ് വരുന്ന അതിഥികളെ സ്വീകരിക്കുന്നത്. പക്ഷെ അദ്ദേഹം, നമുക്കറിയാം, നേരത്തെ ഇരുന്ന മുഖ്യമന്ത്രിമാരെ പോലെ ഇക്കാര്യങ്ങളിലൊക്കെ കൃത്യമായി മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന ഒരു സ്വഭാവമില്ല. അതുകൊണ്ട് തന്നെ ഇനി അദ്ദേഹത്തിന്റെ പ്രതികരണം ഏതെങ്കിലും വാർത്താക്കുറിപ്പായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും നിലയിൽ ഇനിയിപ്പോ അവിടെ വിരുന്നിനെത്തുന്നവരെ സ്വാഗതം ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോഴോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞെങ്കിലേ ഉള്ളൂ. അല്ലാതെ ഔദ്യോഗികമായ ഒരു വിശദീകരണവും ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഉമേഷ്, മാധ്യമങ്ങൾക്ക് ക്ഷണമുണ്ടോ ഈ ചടങ്ങിലേക്ക്? മാധ്യമ പ്രതിനിധികളെ എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷെ ക്യാമറകൾക്ക് പ്രവേശനമില്ല. ദൃശ്യങ്ങൾ അങ്ങനെ ചിത്രീകരിച്ച് മുഴുവൻ മാധ്യമ പ്രതിനിധികളെയും ഒന്നും ക്ഷണിച്ചിട്ടില്ല. എല്ലാ മാധ്യമങ്ങളുടെയും പ്രതിനിധികൾ എന്ന നിലയിൽ 1-2 പേർക്ക് പങ്കെടുക്കാം, ആ നിലയിലാണ് ക്ഷണിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ അത്തരത്തിൽ ക്യാമറകൾ കൊണ്ട് ഷൂട്ട് ചെയ്ത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിത്രങ്ങൾ പകർത്താനൊന്നും അനുമതി നൽകിയിട്ടില്ല. ഉമേഷ്, ഈ മുൻ വർഷങ്ങളിലെ കാര്യം കൂടി പരിശോധിച്ചാൽ ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ് ഇത്തരം ചടങ്ങുകളിൽ ഗവർണറെ വിളിക്കുക എന്നത് അതൊരു ഔദ്യോഗിക ചടങ്ങാണ്. നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇത് CPM നേതാവായ പിണറായി വിജയൻ സംഘടിപ്പിക്കുന്നതല്ല, സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായ മുഖ്യമന്ത്രി നടത്തുന്ന ഇത്തരം സൽക്കാരങ്ങളാണ്. മാത്രമല്ല ഭരണഘടനാപരമായി ഭരണത്തലവൻ ഗവർണറാണ്. അപ്പോൾ സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന ഇത്തരം ചടങ്ങുകൾക്ക് മുഖ്യ അതിഥിയായി എത്തേണ്ടത് ഗവർണറാണ്. എന്നാൽ ഗവർണറെ ക്ഷണിക്കുന്നില്ല. രാജ്ഭവൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്? കാരണം ഇത്തരം ചെറിയ കാര്യങ്ങൾക്കൊന്നും രാജ്ഭവൻ പ്രതികരിക്കാറില്ല എന്നതൊരു വസ്തുതയാണ്. എന്നാൽ പോലും അത്തരം എന്തെങ്കിലും പ്രതികരണങ്ങൾക്ക് സാധ്യതയുണ്ടോ വിനോദ്? നമ്മളെന്തായാലും അത്തരം പ്രതികരണങ്ങൾ ലഭിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുന്നുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് നടന്ന ചടങ്ങ് എന്ന് പറയുന്നത് 2 മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട് രാജ്ഭവനിൽ നടന്ന ചടങ്ങാണ്. ഈ എല്ലാ അവസരത്തിലും പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞാൽ ആ മന്ത്രിമാർക്കൊപ്പം ഗവർണറും മുഖ്യമന്ത്രിയും എല്ലാം ചായ സൽക്കാരത്തിൽ പങ്കെടുക്കുന്ന ഒരു പതിവ് രീതിയുണ്ട്. ഇതിന്റെ ഭാഗമായി തന്നെ രാജ്ഭവനിൽ ചടങ്ങ് നടക്കുന്നു. അതിനുശേഷം ചായ സൽക്കാരം നടക്കുന്നു. പക്ഷെ ആ ചായ സൽക്കാരത്തിൽ മുഖ്യമന്ത്രിയും ഭൂരിപക്ഷം മന്ത്രിമാരും, അതായത് AK ശശീന്ദ്രൻ ഒഴിച്ചാൽ
ബാക്കി മുഴുവൻ മന്ത്രിമാരും അത് വാക്കൗട്ട് ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത്. പുതിയ 2 മന്ത്രിമാരും AK ശശീന്ദ്രൻ ഗവർണറും മാത്രമാണ് ആ ചടങ്ങിൽ പങ്കെടുത്തത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ കീഴിലുള്ള പുതിയ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞ് രാജ്ഭവനിൽ നമ്മൾ ആദ്യം കരുതിയത് ഈ രാജ്ഭവൻ ഒരുക്കുന്ന ചായ സൽക്കാരം എന്നുള്ള നിലയിലാണ്. പക്ഷെ നമ്മൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബന്ധപ്പെട്ടപ്പോഴാണ് അറിയുന്നത് സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള പൊതുഭരണ വകുപ്പ് തന്നെയാണ് ഈ ചായ സൽക്കാരം സംഘടിപ്പിക്കുന്നത്. രാജ്ഭവനിൽ നടത്തുന്നു എന്നേ ഉള്ളൂ, സത്യപ്രതിജ്ഞ അവിടെ ആയതുകൊണ്ട് നടത്തുന്നു എന്നേ ഉള്ളൂ. പക്ഷേ മുഖ്യമന്ത്രി സ്വന്തം വകുപ്പ് അല്ലെങ്കിൽ സ്വന്തം ഭരണ നിർവഹണ സംവിധാനം ഒരുക്കിയ ഒരു പരിപാടിയിൽ പോലും പങ്കെടുക്കാതെ ഗവർണറോടുള്ള വിരോധം കാട്ടിപ്പോവുകയാണ് ചെയ്തത്. മുഖ്യമന്ത്രി പോകുന്നത് കണ്ടപ്പോൾ ബാക്കി മന്ത്രിമാരും പുറകെ പോകുന്ന സാഹചര്യം. ഇത്തരത്തിൽ വ്യക്തിവിരോധമാണ് അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും കാണുന്നത്. ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഉയർന്നു ചിന്തിക്കാനോ അത്തരത്തിൽ പ്രവർത്തിക്കാനോ ഒന്നും അദ്ദേഹം തയ്യാറാകുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചിട്ട് അങ്ങോട്ടേക്ക് ഗവർണറെ ക്ഷണിക്കാനുള്ള ഒരു മനസ്സ് പോലും കാണിക്കുന്നില്ല എന്നുള്ളത്. ഉമേഷ്, എന്തായാലും മുഖ്യമന്ത്രി വിളിച്ചുയർത്ത സർക്കാരത്തിൽ ഗവർണർക്ക് ക്ഷണമില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ നടത്തുന്നതാണ്, CPM നേതാവായ പിണറായി വിജയൻ നടത്തുന്നതല്ല, മുഖ്യമന്ത്രി നടത്തുന്നതാണ്. സ്വാഭാവികമായും അതിൽ പാലിക്കപ്പെടേണ്ട ചില മര്യാദകളുണ്ട്. അതൊന്നും എന്തായാലും കഴിഞ്ഞ കുറേ സമീപകാലത്തെ സാഹചര്യം പരിശോധിച്ചാൽ അത്തരം മര്യാദകളൊന്നും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. എന്നാൽ പോലും ഇത്തരം നടപടികൾ അത് പൊതുസമൂഹത്തിൽ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. വിനോദാണ് വിശദമായ വിവരങ്ങൾ നൽകുന്നത്.